എല്ലാവർക്കും നമസ്കാരം. ലൂസൺ PSCയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നൊബേൽ സമ്മാനത്തെ കുറിച്ചാണ്. നൊബേൽ സമ്മാനം എന്ന് പറയുന്ന സമയത്ത് ആദ്യം മനസ്സിൽ വരുന്ന ഒരു പേരാണ് ആൽഫ്രഡ് നൊബേൽ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ നൊബേൽ സമ്മാനം നൽകപ്പെടുന്നത്. ആൽഫ്രഡ് നൊബേലിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് കുറച്ച് ചരിത്ര ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട്. അത് നമ്മൾ ആദ്യം ആ ഭാഗം മനസ്സിലാക്കിയ ശേഷം നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട മറ്റു ചില ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. അതിൽ നിന്ന് ചരിത്ര ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം 1833 ഒക്ടോബർ 23 അദ്ദേഹം ജനിക്കുന്നത്. ആൽഫ്രഡ് നൊബേൽ ജനിക്കുന്നത്. ജനിച്ച സ്ഥലം സ്വീഡനിലെ സ്റ്റോക്ക്ഹോം, സ്വീഡന്റെ തലസ്ഥാന നഗരമായ സ്റ്റോക്ക്ഹോമിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ആൽഫ്രഡ് നൊബേലിന്റെ മുഴുവൻ പേര് ആൽഫ്രഡ് ബെർണാഡ് നൊബേൽ. ആൽഫ്രഡ് ബെർണാഡ് നൊബേൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു എഞ്ചിനീയർ ആയിരുന്നു, ഒരു ബിസിനസ്സുകാരനായിരുന്നു. സ്വീഡൻ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ്. ആ ബിസിനസ് തകരുന്നതോടുകൂടി ഇവർ റഷ്യയിലേക്ക് സ്ഥലം മാറി താമസിക്കുന്നു. റഷ്യയിലെ മിലിറ്ററിക്ക് വേണ്ട ഉപകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനി തുടങ്ങുന്നു. അതുമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ആൽഫ്രഡ് നൊബേലിന്റെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളൊക്കെ പൂർത്തിയാക്കിയത് റഷ്യയിൽ വെച്ചാണ്. ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പാരീസിൽ വെച്ചും. ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആൽഫ്രഡ് നൊബേൽ തിരിച്ച് അച്ഛന്റെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അവിടെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നു. കുറച്ചു കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് ആ കമ്പനി നഷ്ടത്തിലാവുന്നു. ആ കമ്പനി അവിടെ സ്റ്റോപ്പ് ചെയ്ത ശേഷം ഇവർ വീണ്ടും തിരിച്ച് സ്വീഡനിലേക്ക് വരുന്നു. ആൽഫ്രഡ് നൊബേൽ തന്റെ പരീക്ഷണങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു ഐതിഹാസികമായ കണ്ടുപിടുത്തം നടത്തുന്നു. അതാണ് ഡൈനാമിറ്റ്. 1867 ഡൈനാമിറ്റ് കണ്ടുപിടിക്കുന്നു. 1867 ഡൈനാമിറ്റിന് പാറ്റന്റ് ലഭിച്ചതോടുകൂടി ആൽഫ്രഡ് നൊബേലിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീരുന്നു. അവരുടെ കുടുംബത്തിന്റെ തലവര തന്നെ മാറി എന്ന് പറയാം. അവരൊരു സമ്പന്ന കുടുംബമായിട്ട് മാറുന്നു. നമുക്കറിയാം, ഡൈനാമൈറ്റ് ഉപയോഗിക്കാത്ത ഇൻഡസ്ട്രി വളരെ കുറവാണ്. എല്ലാ വർക്കിംഗ് മേഖലകളിലും, അതായത് ഖനികളിലും നിർമ്മാണ മേഖലകളിലൊക്കെ ഡൈനാമൈറ്റ് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സമ്പത്ത് കുമിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു. അതിനുശേഷം കാലം മുന്നോട്ട് പോയ സമയത്ത് ആൽഫ്രഡ് നൊബേൽ കണ്ടുപിടിച്ച ഡൈനാമൈറ്റ് യുദ്ധത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് ഇദ്ദേഹത്തെ ഒരുപാട് പ്രയാസപ്പെടുത്തി. താൻ കണ്ടുപിടിച്ച ഒരു കാര്യം മനുഷ്യരുടെ നാശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കണ്ട സമയത്ത് ആൽഫ്രഡ് നൊബേലിന് വല്ലാത്തൊരു പ്രയാസം ഉണ്ടായി. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഭയങ്കരമായ പ്രയാസത്തിലായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇദ്ദേഹം തീരുമാനിച്ചൊരു കാര്യമാണ് ഈ ഒരു സമ്മാനം കൊടുക്കണം എന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ സമ്പാദ്യം ഉപയോഗിച്ച്, തന്റെ സ്വത്തുക്കൾ ഉപയോഗിച്ച് മാനവരാശിക്ക്, മനുഷ്യന്മാർക്ക് നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, സമാധാനം, പിന്നെ സാഹിത്യം, ഈ മേഖലകളിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ, മനുഷ്യന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഏറ്റവും മികച്ച സൃഷ്ടികൾ, കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ ഒരു സമ്മാനത്തുക നൽകണം, ഒരു സമ്മാനം നൽകണം എന്ന് ആഗ്രഹിച്ചു. അപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ എഴുതി വെക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ എഴുതി വെച്ച പ്രകാരമാണ് ഇപ്പോൾ നോബൽ സമ്മാനമൊക്കെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ അഞ്ച് വിഷയങ്ങൾക്കായിരുന്നു നോബൽ സമ്മാനം കൊടുക്കാൻ എഴുതി വെച്ചത്. അവസാനമായിട്ട് എക്കണോമിക്സിന് കൂടി ആഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് എക്കണോമിക്സിന്റെ കാര്യം. പിന്നെ അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ എഴുതി വെച്ചൊരു കാര്യമാണ്, ഏത് രാജ്യക്കാരനാണെന്ന് നോക്കാൻ പാടില്ല, കണ്ടുപിടിക്കുന്ന എന്തോ ആയിക്കോട്ടെ, മനുഷ്യന് ഗുണമുള്ള ഒരു കാര്യമാണെങ്കിൽ മനുഷ്യന്റെ രാജ്യം നോക്കണ്ട, അത് ആർക്കായാലും നൽകണമെന്നും അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആൽഫ്രഡ് നൊബേലുമായി ബന്ധപ്പെട്ട ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. 1896 ഡിസംബർ 10 ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. 1896 ഡിസംബർ 10 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും ഡിസംബർ 10 നൊബേൽ സമ്മാനം നൽകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ PSCയുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്ത് നോക്കി PSC എന്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു നോക്കിയാലേ, നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ആൽഫ്രഡ് നൊബേൽ ജനിച്ച വർഷം 1833 ഒക്ടോബർ 23. എപ്പോഴാണ് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ 1867 ഡൈനാമിറ്റ് കണ്ടുപിടിച്ചു. ആ വർഷം തന്നെയാണ് പാറ്റന്റ് ലഭിച്ചത്. ഓക്കെ, മരിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1896 ഡിസംബർ 10 ഇറ്റലിയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഇറ്റലിയിൽ വെച്ച് മരണപ്പെട്ടു. 1901 തൊട്ട് ഇദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം നൊബേൽ പ്രൈസ് കൊടുത്തു തുടങ്ങി. ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കൊടുത്തത് ഏത് വർഷം ചോദിച്ചാൽ 1901 തൊട്ടാണ് നൊബേൽ പ്രൈസ് കൊടുത്തു തുടങ്ങിയത്. അന്ന് 5 വിഷയങ്ങൾക്കാണ് കൊടുത്തു തുടങ്ങിയത്. 5 വിഷയങ്ങൾക്കാണ് നൊബേൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജി, സാഹിത്യം,
പിന്നെ സമാധാനം. ഈ വിഷയങ്ങൾക്ക് 5 വിഷയങ്ങൾക്കാണ് ആദ്യം തന്നെ നൊബേൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജി, ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യം എന്നീ വിഭാഗത്തിൽ വരുന്ന എന്നീ വിഷയങ്ങൾക്ക് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടാണ് നൊബേൽ സമ്മാനം കൊടുത്തുകൊണ്ടിരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജി, സാഹിത്യം എന്നീ വിഷയങ്ങൾക്ക് നൊബേൽ സമ്മാനം നൽകിക്കൊണ്ടിരുന്നത് സ്വീഡനിലെ സ്റ്റോക്ക്ഹോം, സ്വീഡന്റെ തലസ്ഥാന നഗരമായ സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ് നൊബേൽ സമ്മാനം നൽകിക്കൊണ്ടിരുന്നത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകിയത് നോർവേയിലെ ഓസ്ലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ്. ഓക്കെ, അതിനുള്ള കാരണങ്ങൾ നമുക്ക് കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് പറയാം. പിന്നീട് കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് 1968 സ്വീഡന്റെ സെൻട്രൽ ബാങ്കായ സ്വാരിയസ് റിക്സ് ബാങ്ക് ആൽഫ്രഡ് നൊബേലിന്റെ സ്മരണാർത്ഥം സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ഏർപ്പെടുത്തി. 1968 സ്വീഡന്റെ സെൻട്രൽ ബാങ്കായ സ്വാരിയസ് റിക്സ് ബാങ്ക് ആൽഫ്രഡ് നൊബേലിന്റെ സ്മരണാർത്ഥം സാമ്പത്തിക ശാസ്ത്രത്തിനും അതായത് എക്കണോമിക്സിനും നൊബേൽ സമ്മാനം ഏർപ്പെടുത്തി. നൽകി തുടങ്ങിയത് 1969 തൊട്ടാണ് സാമ്പത്തിക ശാസ്ത്രത്തിനും നൊബേൽ സമ്മാനം നൽകി തുടങ്ങിയത്. ഏർപ്പെടുത്തിയത് 1968. അപ്പൊ 1969 മുതൽ 6 വിഷയങ്ങൾക്ക് നൊബേൽ സമ്മാനം നൽകി തുടങ്ങി. 1968 വരെ 5 വിഷയങ്ങൾക്കായിരുന്നു. 1969 തൊട്ട് 6 വിഷയങ്ങൾക്കാണ്. ഇനി ആരാണ് ഈ നൊബേൽ സമ്മാനത്തിന് അർഹനായ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാല് 5 വിഷയങ്ങൾക്ക് സ്വീഡനിലെ അക്കാദമികളാണ് തിരഞ്ഞെടുക്കുക. സ്വീഡിഷ് അക്കാദമികളാണ് നൊബേൽ പ്രൈസ് വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. ഒരു വിഷയത്തിന് നോർവേന്റെ പാർലമെന്റായ സ്റ്റോർട്ടിംഗ് ആണ് തിരഞ്ഞെടുക്കുക. ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആക്കി നോക്കുന്ന സമയത്ത് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാന വിന്നറെ നൊബേൽ സമ്മാന ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത് അക്കാദമി ഇൻ സ്റ്റോക്ക്ഹോം ആണ്. ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിലുള്ള നൊബേൽ സമ്മാന ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ്. ഇനി മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജിയിലുള്ള നൊബേൽ സമ്മാന ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത് ദി കരോലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ സ്റ്റോക്ക്ഹോം. ഇനി എക്കണോമിക്സിന്റെ കേസ് വരുന്ന സമയത്ത് എക്കണോമിക്സിന്റെ നൊബേൽ സമ്മാന വിന്നറെ തിരഞ്ഞെടുക്കുന്നത് റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ്. ഏർപ്പെടുത്തിയത് സ്വാരിയസ് റിക്സ് ബാങ്ക് ആണ്. എക്കണോമിക്സിനുള്ള നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയത് 1968 നൽകി തുടങ്ങിയത് 1969 നൊബേൽ സമ്മാന ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത് റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്നത് നോർവേയിലെ ഓസ്ലോയിൽ വെച്ചാന്ന് പറഞ്ഞു. ഓക്കെ, നോർവേയിലെ ഓസ്ലോയിൽ വെച്ചാണ്. ഇനി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനായ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് നോർവേയുടെ പാർലമെന്റായ സ്റ്റോർട്ടിംഗ് നിയോഗിച്ച 5 അംഗ കമ്മിറ്റിയാണ് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാന ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട്സ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒരു നൊബേൽ സമ്മാനം 3 പേർക്ക് വരെ പരമാവധി പങ്കിടാം. ഇനി നൊബേൽ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചാല് 11 മില്യൺ സ്വീഡിഷ് ക്രോണോസ്. 11 മില്യൺ സ്വീഡിഷ് ക്രോണോസ്. അത് ഏകദേശം ഇന്ത്യൻ പൈസ നോക്കുന്ന സമയത്ത് 8.5 കോടിയോളം രൂപ വരും. അത് കുറെ സമയം കഴിയുമ്പോൾ മാറുമായിരിക്കും. പൈസയിലുള്ള മൂല്യത്തിന്റെ മാറ്റം കൊണ്ട് അത് മാറുമായിരിക്കും. സമ്മാന തുക 11 മില്യൺ സ്വീഡിഷ് ക്രോണോസ് ആണ്. അത് ഓർത്തിരിക്കാം. പിന്നെ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചില അവാർഡുകൾ നമ്മൾ മരണാന്തരം ബഹുമതിയായിട്ട് കൊടുക്കില്ല. അതേപോലെ നൊബേൽ സമ്മാനം മരണാന്തര ബഹുമതിയായിട്ട് കൊടുക്കില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ കൊടുക്കുക. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏർപ്പെടുത്തി സെലക്ട് ചെയ്തു, ദാനം ചെയ്യുന്നതിന് മുമ്പിൽ മരിച്ചു പോയാൽ അതൊക്കെ കൊടുക്കും. പക്ഷെ മരണശേഷം ഉള്ള ആൾക്കാരെ മരണശേഷം എന്തായാലും നൊബേൽ സമ്മാനം കൊടുക്കില്ല. അതേപോലെ തന്നെ എല്ലാ നൊബേൽ സമ്മാനങ്ങളും ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തികളുമായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ നൊബേൽ സമ്മാനങ്ങളും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാഹിത്യം ഷെയർ ചെയ്ത വർഷങ്ങളാണ് 1904, 1916, 1966, 1974. കുറെ ബുക്കുകളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. 2 വ്യക്തികളോ അല്ലെങ്കിൽ 3 വ്യക്തികളോ ആയിട്ട് ഷെയർ ചെയ്യപ്പെട്ടില്ല എന്ന് കണ്ടിട്ടുണ്ട്. അത് തെറ്റാണ്.
പല യൂട്യൂബ് ചാനലും കണ്ടിട്ടുണ്ട്. 1904, 1916, 1966, 1974 എന്നീ വർഷങ്ങളിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനങ്ങൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം കൂടി ഓർത്തു വെക്കുക. ഓക്കെ. ഇനി 1901 നൊബേൽ സമ്മാനം ലഭിച്ച ആൾക്കാർ ആരൊക്കെയാന്ന് നോക്കിയാൽ ഫിസിക്സിന് നൊബേൽ സമ്മാനം ലഭിച്ചത് വില്യം റോൺജൻ ആണ്. വില്യം റോൺജൻ എക്സ്റേ കണ്ടുപിടുത്തത്തിനാണ് നൊബേൽ സമ്മാനം കൊടുത്തത് വില്യം റോൺജൻ ആണ് 1901. ഓക്കെ. അതേപോലെ കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് ജക്കബസ് ഹെൻറിക്കസ് വാൻ ഹോഫ്. ജക്കബസ് ഹെൻറിക്കസ് വാൻ ഹോഫ്. സമാധാനത്തിന് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ചത് 1901 നൊബേൽ സമ്മാനം ലഭിച്ചത് ഫ്രെഡറിക് പാസിക്കും ഹെൻറി ഡ്യൂനന്റും. ഫ്രെഡറിക് പാസി, ഹെൻറി ഡ്യൂനന്റ്. ഓക്കെ. അതേപോലെ മെഡിസിന് അല്ലെങ്കിൽ ഫിസിയോളജിക്ക് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ചത് 1901 നൊബേൽ സമ്മാനം ലഭിച്ചത് എമിൽ വോൺ ബെഹ്റിൻ. സെറൻ തെറാപ്പിയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. അതേപോലെ ലിറ്ററേച്ചറിന് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ചത് സുല്ലി പ്രദോം എന്ത് വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം. സുള്ളിന്നോ സള്ളിന്നോ എന്ത് വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം. നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. സുല്ലി പ്രദോം. ഓക്കെ. ലിറ്ററേച്ചറിന് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ചത്. ആദ്യം നൊബേൽ സമ്മാനം കൊടുത്തത് 5 വിഷയങ്ങൾക്കാണ്. ലിറ്ററേച്ചർ, മെഡിസിൻ, സമാധാനം, കെമിസ്ട്രി, ഫിസിക്സ്. ഓക്കെ. ഇനി ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു എക്കണോമിക്സിന് നൊബേൽ സമ്മാനം കൊടുത്തത് 1969 എന്ന് പറഞ്ഞു അല്ലെ. 1969 എക്കണോമിക്സിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ റഗ്നർ ഫ്രിച്ചിനും ജാൻ ടിൻ ബർജനുമാണ് 1969 എക്കണോമിക്സിന് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ. ഇനി ഏഷ്യയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ഏഷ്യയിൽ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ചത് 1913 രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തിന് ഗീതാഞ്ജലി എന്ന വർക്കിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. സാഹിത്യത്തിന് ഏഷ്യയിൽ ആദ്യമായി നൊബേൽ സമ്മാനം ലഭിക്കുന്ന വ്യക്തി രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓക്കെ. അതേപോലെ തന്നെ ഫിസിക്സിന് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ചത് CV രാമനാണ്. ഏഷ്യന്റെ കേസിലാണ് പറയുന്നത്. ഏഷ്യയിൽ ആദ്യമായി ഫിസിക്സിന് നൊബേൽ സമ്മാനം ലഭിച്ചത് CV രാമനാണ് 1930. രാമൻ എഫക്റ്റ് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. അതേപോലെ കെമിസ്ട്രിക്ക് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ചത് ഏഷ്യയിൽ ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി കെനിച്ചി ഫുക്കോയ്. ഹോഫ്മാനുമായി ഷെയർ ചെയ്തിട്ടാണ് നൊബേൽ സമ്മാനം കൊടുത്തത്. കെമിസ്ട്രിക്കാണ്. വർഷം 1981 ഏഷ്യയിൽ ആദ്യമായിട്ട് കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് കെനിച്ചി ഫുക്കോയ്. ഓക്കെ. അതേപോലെ എക്കണോമിക്സിന് ആദ്യമായി ഏഷ്യയിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് 1998 അത് അമർത്യാസനാണ് എക്കണോമിക്സിന് ലഭിച്ചത്. അതേപോലെ മെഡിസിന് അല്ലെങ്കിൽ ഫിസിയോളജിക്ക് ആദ്യമായി ഏഷ്യയിലെ നൊബേൽ സമ്മാനം ലഭിച്ചത് വർഷം 1968 68 ഹർഗോബിന്ദ് ഗൊരണ. ഓക്കെ. അതേപോലെ പിന്നെ സമാധാനത്തിന് ഏഷ്യയിൽ ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ചത് സ്വീകരിച്ച ആരെന്ന് ചോദിച്ചാൽ 1974 ഐസാക് ആൻഡ് സാറ്റോ. ഇത് എന്ത് വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം. സംഗതി മനസ്സിലാക്കിയാൽ മതി. ഐസാക് ആൻഡ് സാറ്റോ ജപ്പാനുകാരനാണ് സമാധാനത്തിന്. അതിനു മുമ്പിൽ 1973 ലീ ഡ്യൂക്ക് തോക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഏർപ്പെടുത്തി. പക്ഷേങ്കിൽ തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തു. ഓക്കെ. 1973 74 ആദ്യമായിട്ട് സ്വീകരിച്ചു. 1974 ഏഷ്യക്കാരൻ ആദ്യമായി നൊബേൽ സമ്മാനം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം സ്വീകരിച്ചു. അതാണ് ഐസാക് ആൻഡ് സാറ്റോ, ജപ്പാൻകാരനാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ച വനിത ആരാന്ന് ചോദിച്ചാൽ മേരി ക്യൂറിയാണ്. മേരി ക്യൂറിക്ക് നൊബേൽ സമ്മാനം 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. 1903 ഫിസിക്സിന്, 1911 കെമിസ്ട്രിക്ക്. ഓക്കെ. അതേപോലെ 2024 ഡിസംബറിലെ നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു. 2024 വരെ എത്ര വനിതകൾക്ക് നൊബേൽ സമ്മാനം കിട്ടിയെന്ന് ചോദിച്ചാൽ 66 വനിതകൾക്ക്. ഇനി ഇന്ത്യയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം 1913 രവീന്ദ്രനാഥ് ടാഗോറിന് ഗീതാഞ്ജലിക്കാണ് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ഇന്ത്യയിൽ ലഭിച്ചത്. രവീന്ദ്രനാഥ് ടാഗോർ വർക്ക് ഏതാന്ന് ചോദിച്ചാൽ ഗീതാഞ്ജലി 1913.
ഇനി ഫിസിക്സിന് ആദ്യമായി ലഭിക്കുന്നത് CV രാമൻ തന്നെയാണ്. 1930 CV രാമൻ എഫക്ട്. 2009 കെമിസ്ട്രിക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നൊരു നൊബേൽ സമ്മാനം ലഭിക്കുന്നത് വെങ്കിട്ടരാമൻ CV രാമന്റെ മകനാണ്. കെമിസ്ട്രിക്കാണ് ലഭിച്ചത് 2009 ആദ്യമായിട്ട് കെമിസ്ട്രിക്ക് ഒരു ഇന്ത്യക്കാരൻ നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. 1968 ഹർഗോബിന്ദ് ഖൊരണ അത് ലഭിച്ചത്. ഹർഗോബിന്ദ് ഖൊരണക്ക് ലഭിച്ചത് മെഡിസിൻ ആണ് അല്ലെങ്കിൽ ഫിസിയോളജിക്കാണ്. നമ്മുടെ ഏഷ്യന്റെ കേസ് പഠിച്ച അതേ ആള് തന്നെയാണ്. ഇനി 1979 മദർ തെരേസയാണ് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരി അല്ലെ ഇന്ത്യൻ സിറ്റിസൺ. 1998 അമർത്യ സെന് എക്കണോമിക്സിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ആദ്യമായിട്ട് എക്കണോമിക്സിന് നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ അമർത്യ സെനാണ്. വർഷം 1998. ഇനി 1983 സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖരന് ഫിസിക്സിന് നൊബേൽ സമ്മാനം കൂടി ലഭിക്കുന്നുണ്ട്. ഫിസിക്സിന് രണ്ടാമതായി ലഭിക്കുന്നത് സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖരനാണ്. ഇത്രയും ആൾക്കാരെ ഒന്ന് ഓർത്തു വെക്കുക. ഇനി ലോകത്തിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ച ഓർഗനൈസേഷൻ ഏതാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓർഗനൈസേഷൻ ഏതാന്ന് ചോദിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ലോ. ഏത് വർഷം ലഭിച്ചതെന്ന് ചോദിച്ചാൽ 1904 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ലോക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനക്ക് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിക്കുന്നത് 2001 യുഎന്റെ ഐക്യരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നാഷൻ 2001 ആദ്യമായി നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. സമാധാനത്തിനാണ് ലഭിച്ചത്. 2001 തന്നെ യുഎന്നിന്റെ ജനറൽ സെക്രട്ടറി ആയ കോഫി അന്നന് നൊബേൽ സമ്മാനം ലഭിക്കുന്നുണ്ട്. സമാധാനം എന്നുള്ള വിഭാഗത്തിലാണ് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. 2001 ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിക്കുന്ന UN ജനറൽ സെക്രട്ടറിയാണ് കോഫി അന്നൻ ഗാന രാജ്യക്കാരൻ. ഓക്കെ. ഇനി ലോകത്ത് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ച ഒരു പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാല് വിൻസ്റ്റൺ ചർച്ചിൽ 1953 വിൻസ്റ്റൺ ചർച്ചിലിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. ഓക്കെ. ഏറ്റവും കൂടുതൽ തവണ നൊബേൽ സമ്മാനം ലഭിച്ച ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് റെഡ് ക്രോസ് ആണ്. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിനാണ് 3 തവണ ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ 1917, 1944, 1963. ഓക്കെ. ഇത്രയും വർഷങ്ങൾ ഓർത്തിരിക്കുക. ഇന്റർനാഷണൽ റെഡ് ക്രോസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലാൻഡിലെ ജനീവ. ഓക്കെ. ഇനിയുള്ളതാണ് യുണൈറ്റഡ് നാഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്. 2 തവണയാണ് യുണൈറ്റഡ് നാഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. 1954 1981. ഇതൊരു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഏജൻസിയാണ്. ഇനി അതുപോലെ ഒന്നിൽ കൂടുതൽ തവണ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തികളിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് 2 തവണ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി മേരി ക്യൂറിയാണ്. വർഷം 1903 1911. ഓക്കെ. പിന്നീട് ലഭിക്കുന്നത് ലിനസ് പോളിങ്ങിനാണ്. 1954 1962. പിന്നീട് ലഭിക്കുന്നത് മൂന്നാമതായി ലഭിക്കുന്നത് ജോൺ ബാർഡിനാണ്. 1956 1972. 1956 1972. പിന്നെ നാലാമതായി ലഭിക്കുന്നത് ഫ്രെഡറിക് സാംഗറിനാണ്. 2 തവണയാണ് ലഭിക്കുന്നത്. ഫ്രെഡറിക് സാംഗറിന് ലഭിക്കുന്നത് 1958 1980 ഫ്രെഡറിക് സാംഗറിന് ലഭിക്കുന്നത്. ഏറ്റവും അവസാനമായി 2 തവണ ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ കാൾ ബാരി ഷാർപ്പർ 2001 2002. ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്നും ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് പാർട്ട് 1 ആണ്. ഇനി 2022 തൊട്ട് ഇങ്ങോട്ട് നൊബേൽ സമ്മാനം 2024 വരെയുള്ള നൊബേൽ സമ്മാനം കിട്ടിയവരെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു.